അപ്പൊ അള്ളാഹുവിന്റെ മൊത്തം അസ്മാൽ സിഫാത്തുകളും വെളിവായി നിൽക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബോധ്യമാണ്, ഞാൻ അള്ളാഹുവിൽ ലയിച്ചു നിൽക്കുന്ന ഫനാ ആയി നിൽക്കുന്ന ആളാണ്. എന്നെ ഇഷ്ടപ്പെട്ടാൽ ഓട്ടോമാറ്റിക് ആരെ ഇഷ്ടപ്പെടും? അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആദരവായ റസൂലിന് വഴിപ്പെട്ടാൽ അത് അള്ളാഹ്ക്ക് വഴിപ്പെടൽ തന്നെയാ, അവിടെ മാറ്റൊന്നുമില്ല. ഇനി അള്ളാഹ്ക്ക് വഴിപ്പെടൽ എന്ന് പറഞ്ഞൊരു സാധനം വേറുണ്ടോ? ഇല്ല, എവിടെയും കാണാൻ കഴിയില്ല. എവിടെയും ഖുർആനിൽ എവിടെയും കാണാൻ കഴിയൂല. അള്ളാഹ്ക്ക് വഴിപ്പെടൽ എന്ന് പറഞ്ഞാൽ ആർക്ക് വഴിപ്പെടലാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അതല്ലേ അത്തിഉല്ലാഹ, അള്ളാഹ്ക്ക് വഴിപ്പെടണം. അള്ളാഹ്ക്ക് വഴിപ്പെടണമെങ്കിലോ വഅതിഉർ റസൂല, ആർക്ക് വഴിപ്പെടണം? റസൂലിന് വഴിപ്പെടണം. റസൂലിന് വഴിപ്പെടണമെങ്കിലോ നമുക്ക് റസൂലുള്ളാഹിനോട് വഴിപ്പെടാൻ റസൂലുള്ളാഹിന്റെ അഖ്വാല് ഫീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ അവസ്ഥകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിന് ഖുർആൻ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നു, ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് കൽപ്പിക്കാൻ അധികാരമുള്ളവർക്കും വഴിപ്പെടണം. കൽപ്പിക്കാൻ അധികാരമുള്ളവർ ആരേ ഉള്ളൂ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫമാരേ ഉള്ളൂ. അവരാണ് കൽപ്പനയുടെ ആളുകൾ, അവരാണ് കൽപ്പിക്കാൻ. ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കാൻ അധികാരമുള്ളവർ, അംർ കയ്യിലുള്ളവർ അല്ലെ? ആര് പറഞ്ഞതുപോലെ മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനല്ല സിറിനും സിറെന്ന് ചൊന്നോവർ, ഞാൻ അല്ലാഹ് തന്നോടെ അംറെന്ന് ചൊന്നോവർ. അംറാരാ? അംർ പറഞ്ഞാൽ എന്താ? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകുൻ. ആ മക്കാമിൽ നിൽക്കുന്നവരാണ്. ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതാണ് ഉണ്ടാകും. ആകെന്ന് ചൊല്ലുകിൽ ആകും ഞാനെന്നോവർ. ആ മക്കാമിൽ നിന്നുകൊണ്ട് അംറിന്റെ ആളുകളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫമാർക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിക്കണം. അതിനൊന്ന് ഒരേ ഒരു മാർഗമുള്ളൂ, ജീവിച്ചിരിക്കുന്ന ഖലീഫമാരെ തേടി പിടിക്കുക എന്നുള്ളത്. വഫാത്തായി പോയവർക്ക് ആ ഡ്യൂട്ടി കഴിഞ്ഞു. വഫാത്തായി പോയവരിൽ ഇഞ്ഞു കിട്ടല് തെർബിയത്തല്ല, മദദ്, സഹായം കിട്ടും വഫാത്തായവരിൽ നിന്ന്. വഫാത്തായവരിൽ നിന്ന് തെർബിയത്ത് കിട്ടുമായിരുന്നു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഖലീഫയെ വെച്ച് ഇവിടെ പോകേണ്ടതില്ലായിരുന്നു, അല്ലേ? വഫാത്തായി പോയിരുന്ന സഹായം കിട്ടും, മദദ് കിട്ടും. ഇവിടെ മക്കാമിൽ വന്നു കഴിഞ്ഞാ നിങ്ങൾ ദുന്യവിയായ വല്ല ആവശ്യം ചോദിച്ചിട്ടാണ് വരണേ? അതിന്റെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇവിടെ ആ സ്റ്റോക്കൊക്കെ തീർത്തതാ. ഇവിടെ ത്വരീഖത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളാണെങ്കിൽ ഈ വരുന്ന ഹളറത്തിൽ കിട്ടേണ്ടത് എന്തുമാത്രമായിരിക്കണം? അല്ലാഹുവിനെ മാത്രം കിട്ടണം. ഈ ലക്ഷ്യമായിരിക്കണം. ദുന്യാവും പാടില്ല, ഏതും പാടില്ല, ആഖിറവും പാടില്ല, അല്ലേ? ആഖിറം നമ്മളെ പോലത്തെ ഒരു സൃഷ്ടിയാ. ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടി ആരാ? ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടി ആരാ? ഏറ്റവും വലിയ സൃഷ്ടി, ബഹുമാനിച്ച സൃഷ്ടി ആരാ? മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദം, അല്ലേ? ഖുർആൻ പറഞ്ഞതാ, ആദം സന്തതികളെ മുഴുവനും ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഉന്നതനായ സൃഷ്ടിയാണ് ആര്? മനുഷ്യൻ. ഈ മനുഷ്യൻ അവനെക്കാട്ടിയും താഴ്ന്ന ലോക്കലായ സ്വർഗത്തിന് വേണ്ടി ആരാധിക്കുന്നതിനെക്കാട്ടിയും വലിയ ഏറ്റവും പൊട്ടത്തരം വേറുണ്ടോ? അല്ലേ? സ്വർഗം എന്നുള്ളത് ആരാ? മനുഷ്യനെക്കാട്ടും താഴെയാണ്. കാരണം സ്വർഗത്തെ ബഹുമാനിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ആരെയാ ബഹുമാനിച്ചത്? മനുഷ്യൻ. അതിന് മനുഷ്യനെ അറിയണമെങ്കിൽ മനുഷ്യന്റെ വലിപ്പറിയണം. നമുക്കൊക്കെ ഉള്ള പ്രശ്നം നമ്മളറിയില്ല, മറ്റുള്ളവർ അറിയുന്നുള്ളതാണ്. നമുക്ക് നിങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ? നമുക്ക് മറ്റുള്ളവരെ നല്ല അറിയാം, നമ്മളെ കുറിച്ച് അറിയില്ല. നമ്മളെ കുറിച്ച് എന്നറിയണോ അന്ന് അള്ളാഹിനെ അറിയും. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. നമ്മളെ കുറിച്ച് എന്നറിയുന്നോ അന്ന് എന്ത് ചെയ്യും? അള്ളാഹുവിനെ അറിയും. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, ഈ നമ്മളറിയൽ എങ്ങനെയാണ്? നിങ്ങളെ സംശയബോധം അല്ലേ? ഈ നമ്മളറിയൽ എങ്ങനെയാണെന്ന് നമ്മളറിയണമെങ്കിൽ ഈ ദുന്യാവിൽ നീ 2 പ്രസവം പ്രസവിക്കണം. ഒരു മനുഷ്യന് മഹാന്മാര് പറഞ്ഞു, ഇന്നൽ ഇൻസാന യൂലദു മറത്തൈനി, ഒരു മനുഷ്യനിക്ക് 2 പ്രസവം പ്രസവിക്കൽ നിർബന്ധമാണ്. ഒരു പ്രസവേദ വിലാദത്തും മിൻ റഹ്മി ഉമ്മിഹി, അവന്റെ ഉമ്മാന്റെ ഗർഭാത്രത്തിലൂടെ വരുന്ന ഒരു പ്രസവം. അതിപ്പോ നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞു. 2ാമത്തെ പ്രസവം കുറച്ച് സ്ട്രോങ് തന്നെയാണ്. 2ാമത്തെ പ്രസവം കുറച്ച് സ്ട്രോങ് തന്നെയാണ്. അതേതാ? വവിലാദത്തും മിൻ തൗസീലിഹി ഹളറത റബ്ബിഹി അലാ യദി ശൈഖിഹി,
അവന്റെ ആത്മീയ ഗുരുവാകുന്ന ഷെയ്ഖിന്റെ കൈ പിടിച്ച് ആ ഷെയ്ഖിന്റെ കൈയിലൂടെ റബ്ബിന്റെ ഹളറത്തിൽ പോയി എത്തിച്ചേരുന്ന അവസ്ഥ, അതാണ് രണ്ടാമത്തെ പ്രസവം. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൻ യലിജ അഹദുൻ മലകൂതസ് സമാവാതി വൽ അർളി ഹത്താ യൂലദ മറത്തൈനി ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാൾക്കും മലക്കൂത്തിയായ ലോകത്തിന്റെ വാതില് തുറക്കപ്പെടൂല അവൻ 2 പ്രസവം പ്രസവിക്കപ്പെടുന്നത് വരെ. മലക്കൂത്തിയായ ലോകം എന്ന് പറഞ്ഞാൽ ഏതാ? അദൃശ്യ ലോകം അല്ലെ? അതൊരു മലക്കൂത്തിയായ ലോകം. മലക്കൂത്തിയായ ലോകം എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് കാണാത്തൊരു ലോകം ഇവിടെയുണ്ട്. നമുക്ക് അല്ലാഹു തആല കണ്ണ് തന്നിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ട് കാണുന്നതിനൊരു പരിധിയുണ്ട്. ഈ വർത്തമാനം, എന്റെ ശബ്ദത്തിനൊരു പരിധിയുണ്ട് അല്ല, എന്റെ നടത്തം എടുത്തു വെക്കുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. ഇതൊക്കെ മാറുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരണം. അത് വരണമെങ്കിൽ വരണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന്റെ പൂട്ട് പൊട്ടിക്കണം. ഹൃദയത്തിന്റെ പൂട്ട് പൊട്ടിക്കണമെങ്കിൽ പൂട്ട് പൊട്ടിച്ച ആളുകളുമായിട്ട് ഒരു ഹൃദയത്തിന്റെ ബന്ധം, ഒരു കണക്ഷൻ, ഒരിക്കലും പൊട്ടാത്ത ഒരു ചങ്ങല അവിടെ ഇട്ട് വെക്കണം.